അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ബദലഹേം യൂണിറ്റ്. എൻ്റെ അമ്മ യാതൊരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ഈ ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു ഏകദേശം 200 കോടി ഉറപ്പിക്കാം എന്ന് പറയും. നമ്മുടെ നിവിൻ്റെ കരിയറിലെ തന്നെ മികച്ച ഒരു ചിത്രമായിട്ട് ഇത് മാറാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം അതുമാതിരി ഇജാതി ഒരു കളക്ഷൻ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ലോക, തുടരും, എമ്പുരാൻ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊല്ലത്തെ എനിക്ക് തോന്നുന്നു മികച്ച ഒരു കളക്ഷനായിട്ട് ഈ ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3,36,100 ടിക്കറ്റാണ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് മാത്രം ഇത് വിറ്റത്. അപ്പം നമ്മൾ പലപ്പോഴും ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തായിരുന്നു 25,000 ടിക്കറ്റൊക്കെ മിക്കവാറും മണിക്കൂറിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇതൊന്നും ഒരു അതിശയിക്കുന്ന കാര്യമല്ല. അതുപോലെ ഇന്നത്തെ കളക്ഷനും പ്രീ സെയിലും ഒക്കെ പരിശോധിക്കുമ്പോഴും ഇന്നലത്തേക്കാൾ കൂടുതൽ പ്രീ സെയിൽ കളക്ഷനും ഒക്കെ നേടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ പ്രീ സെയിൽ തന്നെ, കേരള പ്രീ സെയിൽ തന്നെ 3,11,00,000 ഇന്നലെ കേരളത്തിൽ നിന്ന് കിട്ടിയ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 5-6 കോടിക്ക് റേഞ്ചിന് അടുത്തെങ്കിലും കിട്ടിക്കാണും എന്ന് തന്നെയാണ്. കാരണം സ്പെഷ്യൽ ഷോകൾ കൂടുതലുണ്ടായിരുന്നു ഇന്നലെ രാത്രി. തിയേറ്ററുകളെല്ലാം തന്നെ ജനസമുദ്രമായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലിറങ്ങിയ ഒരു ചെറിയ ചിത്രം, ഇതിന് ഫുൾ ക്രെഡിറ്റ് ഞാൻ പറയുന്ന സംവിധായകൻ ഗിരീഷ് ഏടിക്ക് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും, അദ്ദേഹത്തിൻ്റെതായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഈ രീതിയിലുള്ള കളക്ഷനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിവിൻ്റെ കരിയറിലെ തന്നെ രണ്ടാമത്തെ 200 കോടി ചിത്രത്തിലേക്ക് ഈ ചിത്രം മാറാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. വൈകാതെ തന്നെ ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം 50 കോടി കിടക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം ഇന്നലത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 15 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ്. ഇത് തന്നെ അതിശയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേരള കളക്ഷനേക്കാൾ ഇരട്ടിയോളമാണ് വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ എന്നുള്ളതാണ് പുറത്തു വരുന്ന ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും കേരള കളക്ഷൻ 6 കോടിയാണെങ്കിൽ ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടിക്ക് മുകളിൽ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ദിവസമായ ഇന്ന് ശനിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞില്ലേ, പ്രീ സെയിൽ 3,11,00,000 കേരള പ്രീ സെയിൽ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ പ്രീ സെയിൽ ഇനത്തിൽ ഇന്ന് ഏകദേശം 20 കോടി കഴിയാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഏകദേശം 35 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടുന്നു എന്നുള്ളതാണ് അതിശയകരമായ കാര്യം. കാരണം ഞായറാഴ്ചയും മികച്ച രീതിയിലുള്ള പ്രീ സെയിൽ വരുന്നുണ്ട്. ഞായറാഴ്ചയും ഈ രീതിയിലുള്ള കളക്ഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ 2 ദിവസം കൊണ്ട് ഏകദേശം 3 ദിവസം കൊണ്ട്, ഞായറാഴ്ച കൊണ്ട് ഇതൊരു പക്ഷേ 65 കോടി 70 കോടി റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. വൈകാതെ തന്നെ 100 കോടി അടിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം കുടുംബ പ്രേക്ഷകർ ഈ ചിത്രം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വേറെ അപ്പീലൊന്നുമില്ല. അങ്ങനെ നിവിൻ്റെ മറ്റൊരു ചിത്രം കൂടി 200 കോടി. വേറൊരു കാര്യം പ്രത്യേകം പറയണം, മമിത ബൈജു. അവർ തൊട്ടതെല്ലാം പൊന്നാകുന്ന കാലമാണ്. കാരണം വിജയുടെയും സൂര്യയുടെയും ചിത്രങ്ങളിൽ അഭിനയിച്ചു, അതെല്ലാം സൂപ്പർ ഹിറ്റ് ആകുന്നു. അടുത്ത് മലയാളത്തിൽ വന്ന് നിവിൻ്റെ നായികയായിട്ട് അഭിനയിച്ചു, അതും സൂപ്പർ ഹിറ്റ് ആകുന്നു. 100 കോടി ക്ലബ്ബുകളുടെ രാജകുമാരി എന്ന് പ്രത്യേകിച്ച് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രേമലു വൻ വിജയമാകുന്നു. അങ്ങനെ മികച്ച അനേകം ചിത്രങ്ങളിൽ അവർ നായികയായി മാറുന്നു. അപ്പം മമിത ബൈജുവിൻ്റെയും കാലമാണ്. ഗിരീഷ് ഏടി, നിവിൻ പോളി എല്ലാവരും തൂക്കി. ബദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഓണക്കാലത്ത് മൊത്തം മുഴങ്ങിക്കേൾക്കാവുന്ന പേര് അത് തന്നെയാകാം. അതിൻ്റെ കളക്ഷനും അതിൻ്റെ റെക്കോർഡുകളും ഒക്കെ തന്നെയാകാം. ഏതായാലും നമ്മൾ ഫോളോ ചെയ്യും. അപ്പം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്കൊന്ന് സന്ദർശിക്കുക. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.